നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹങ്കാരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഇങ്ങ് താഴേക്കിറങ്ങി ജയിലിൽ കിടന്ന് നിലവിളിക്കുകയാണ് PS പ്രശാന്ത്. ദേവസ്വം മാനുവൽ വരെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ് തട്ടിപ്പിന് വഴിയൊരുക്കിയ പ്രശാന്ത് കിടന്ന് കരഞ്ഞു മെഴുകുകയാണ്. എന്നെ രക്ഷിക്കണേ എന്നാണ് ആ ഒച്ചത്തിലുള്ള നിലവിളി. പിണറായി പവറിൽ ഞെളിഞ്ഞ കൂട്ടരെല്ലാം 18ാം പടിയിൽ ഇപ്പോൾ തല തല്ലി വീഴുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് കൂടുതൽ കുരുക്കിലേക്കാണ് വീണിരിക്കുന്നത്. സ്വർണം പൂശാനായി ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകരുതെന്ന് തിരുവാഭരണ കമ്മീഷൻ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ കർശന നിർദ്ദേശം പ്രശാന്തും സംഘവും അവഗണിച്ചതായിട്ടാണ് ക്രൈംബ്രാഞ്ച് SITയുടെ ഗുരുതര കണ്ടെത്തൽ. തിരുവാഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും ക്ഷേത്ര വളപ്പിൽ വെച്ച് തന്നെ നടപ്പാക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. ദേവസ്വം മാനുവൽ കൃത്യമായി ചൂണ്ടിക്കാട്ടി 2024 ഒക്ടോബറിലാണ് സൂപ്രണ്ട് ഈ മുന്നറിയിപ്പ് കത്ത് നൽകിയത്. എന്നാൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ നിർദ്ദേശം ഇവർ ചവട്ടുകൊട്ടയിലെറിഞ്ഞത്. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ ബോർഡ് അംഗം A അജികുമാർ എന്നിവരെ കഴിഞ്ഞ ആഴ്ചയാണ് SIT ടീം പൊക്കിയെടുത്തത്. തട്ടിപ്പിൽ ഇരുവർക്കുമുള്ള പങ്കും ഗൂഢാലോചനയും വ്യക്തമായതോടെയായിരുന്നു കടുത്ത നടപടി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രശാന്തിനെയും അജികുമാറിനെയും നേർക്കുനേർ ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും എന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. PS പ്രശാന്തിനൊക്കെ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിൽ നിന്ന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാളായിരുന്നു PS പ്രശാന്ത്. അവിടെ നിന്നാണ് PS പ്രശാന്ത് ഇടതിലേക്ക് ചാടുന്നതും പിണറായിയുടെ ശിങ്കിടിയാകുന്നതും. പിണറായി വിജയൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരയൊക്കെ പ്രശാന്തിന് കൊടുത്ത് അവിടെ കൊണ്ടങ്ങ് ഇരുത്തുകയായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡിൽ താനാണ് രാജാവ് എന്നുള്ള രീതിയിലായിരുന്നു പ്രശാന്തിന്റെ ഇടപെടലൊക്കെ. അയ്യപ്പൻ വേണമെങ്കിൽ ആ മൂലയിലേക്ക് മാറി നില്ല, ശബരിമലയിൽ ഞാനാണ് മെയിൻ എന്ന് പറഞ്ഞ് അങ്ങനെ മെയിൻ കളിച്ച് ഇപ്പോൾ ഒടുക്കം അഴിക്കുള്ളിലേക്ക് വന്ന് വീണിരിക്കുകയാണ് പ്രശാന്ത്. പ്രശാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. 2019 നടന്ന തട്ടിപ്പ്, അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ട് പോകുന്നത് 2019 തകൃതിയായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് 2025 പ്രശാന്തിൻ്റെ കാലത്തും തട്ടിപ്പ് നടന്നതും തട്ടിപ്പിന് പ്രശാന്ത് കൂട്ടുനിന്നു കൊടുത്തതും. അതിൻ്റെ എല്ലാ വിഹിതവും പ്രശാന്ത് പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇയാളുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ ഇപ്പോൾ SIT കടന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്തും താൻ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു വലിയ മനക്കോട്ടയൊക്കെ പ്രശാന്തിനുണ്ടായിരുന്നു. ഇയാൾ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ ഹൈക്കോടതിയിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സ്വർണം പൂശുന്നതിനായി ശബരിമലയിലെ ആഭരണങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നത്. മുൻപ് പണ്ട് ശബരിമലയിലേക്ക് എത്തിയായിരുന്നു ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എത്തി അതിൻ്റെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്ന് ശബരിമലയിൽ വെച്ച് തന്നെയാണ് സ്വർണം പൂശിയത്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോഴാണ് ഇത് ഇളക്കിക്കൊണ്ടുപോയി അങ്ങ് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയത്. ഇത് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ട് പോലുമില്ല. ദേവസ്വം മാനുവലൊക്കെ രണ്ടായിട്ടങ്ങ് കീറി എറിഞ്ഞാണ് PS പ്രശാന്ത് സ്വന്തം നിലയ്ക്ക് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രി, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം. VN വാസവനായിരുന്നു ആ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രി. VN വാസവൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ? പ്രശാന്ത് നടത്തിയ അട്ടിമറികളിൽ വാസവൻ എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വാസവനും അത്ര നല്ല സമയമൊന്നുമല്ല. ശബരിമല വല്ലാതെ ഇവരെയൊക്കെ അങ്ങ് വേട്ടയാടുന്നുണ്ട്. PS പ്രശാന്ത് വലിയ അഹങ്കാരമായിരുന്നു. അതായത് പിണറായി വിജയന്റെ തണലിൽ തങ്ങൾക്കൊന്നും സംഭവിക്കില്ല, എന്തഴിമതിയും അക്രമവും കാണിക്കാം എന്നുള്ള ഒരു അഹങ്കാരവും ധാർഷ്ട്യവുമായിരുന്നു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അയ്യപ്പൻ പോയി പണി നോക്ക്, ഇവിടെ പിണറായി ഉണ്ട് എന്നുള്ളതായിരുന്നു ഇവരുടെ അഹങ്കാരത്തിന്റെ ആപ്തവാക്യം തന്നെ. അങ്ങനെ പിണറായി കാലത്ത് മതിച്ചു പുളച്ചതിനുള്ള അടിയാണ് പ്രശാന്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഴിക്കുള്ളിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ PS പ്രശാന്ത്. ഒന്ന് ഓർത്തു നോക്കുക, ഇയാളുടെ കുടുംബം വരെ, ഇയാളുടെ തലമുറകളോളം
ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്നുള്ള പേര് കേൾക്കേണ്ടി വരും. ചക്കരക്കുടം കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് കൈയിട്ട് നക്കുമല്ലോ. ഇത് കൈയിട്ട് നക്കുകയല്ല ചെയ്തത്, അടപടലം വിഴുങ്ങുകയാണ് ചെയ്തത്. അയ്യപ്പനെ മുഴുവനായിട്ട് അങ്ങ് വഹിക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ വഹിച്ചവന്മാരെല്ലാവരും കൂടി ഇപ്പോൾ അകത്ത് കിടന്ന് നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ 3ാം തവണയും അധികാരത്തിലെത്തും, 3.0 ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് അത് വെടിപ്പായിട്ട് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എല്ലാവരും കണക്ക് കൂട്ടുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾ കൊടുത്ത അടിയിൽ അടപടലമാണ് നിലത്തേക്ക് വീണത്. ഇനിയിപ്പോൾ തലപൊക്കാനും കഴിയില്ല. ആയ കാലത്ത് ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ് അയ്യപ്പനെ കട്ടവർക്കൊക്കെ വന്നിരിക്കുന്നത്. ഇതിനിടെ കേസിൽ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ കണ്ടെത്തലുകൾ പുറത്തു വരുന്നതിനാൽ വിശദമായ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും എന്നാണ് വിവരങ്ങൾ. 2025 ദ്വാരപാലകപ്പാളി കൈമാറ്റത്തിൽ വൻതോതിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണത്തിന്റെ വല വീശുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്ത ശേഷം ഇതിൽ പങ്കാളികളായ കൂടുതൽ പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനകളിൽ പ്രശാന്തും അജികുമാറും നേരിട്ട് പങ്കാളികളാണെന്നും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതര വീഴ്ച വരുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. 2019 നടന്ന അപഹരണവും കുറ്റകൃത്യങ്ങളും മറച്ചുവെക്കാനാണ് ഇവർ ചേർന്ന് പുതിയ ബോർഡ് ഉത്തരവിറക്കിയത്. ശബരിമലയിലെ പുണ്യ സ്വർണം അപഹരിക്കുന്നതിന് പ്രതികൾ വഴിവിട്ട് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിക്കും പണമുണ്ടാക്കാൻ വഴി തുറന്നു കൊടുത്തത് ഇവർ നൽകിയ ഒത്താശയോടെയാണ്. 2019 മോഷണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണം പൂശൽ നാടകം നടത്തിയത്. അതായത് 2019 സ്വർണം പൂശിക്കൊണ്ട് വന്നല്ലോ, അതിനുശേഷം ഈ സ്വർണം പൂശിയിടത്ത് മങ്ങൽ ഉണ്ടായി. സ്വർണം പൂശി കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം കിടക്കേണ്ടതാണല്ലോ. എന്നാൽ ഏറ്റവും വില കുറഞ്ഞ സ്വർണം പൂശി, ചീപ്പ് ക്വാളിറ്റിയിലുള്ള സ്വർണം പൂശി വലിയ തട്ടിപ്പാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ബാക്കിയെല്ലാം ചുരണ്ടി എടുക്കുകയും ചെയ്തു ഇവന്മാർ. ഇത് മങ്ങിയതോടെ, അതായത് ഈ സ്വർണം പൂശിയയിടത്ത് വലിയ മങ്ങൽ സംഭവിച്ചതോടെ ഇത് പണിയാകും എന്ന് കണ്ട ഘട്ടത്തിലാണ് വീണ്ടും 2025 തിടുക്കപ്പെട്ട് സ്വർണം പൂശാനുള്ള വഴി PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊടുത്തത്. അപ്പോൾ 2019 നടന്ന കൊള്ളയെക്കുറിച്ചും പ്രശാന്തിന് കൃത്യമായിട്ട് അറിയാം. അതറിയാവുന്നത് കൊണ്ടാണല്ലോ 2025 തിടുക്കപ്പെട്ട് സ്വർണം പൂശാൻ വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടു പോകാൻ അനുമതി കൊടുക്കുന്നത്. അപ്പോൾ നല്ല പ്രതിഫലം PS പ്രശാന്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സാരം. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെടുത്ത് തട്ടിയെടുത്തുവെന്നും SITയുടെ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അതായത് നല്ല ഒന്നാന്തരമായിട്ട് ഇവർ തട്ടിപ്പിന് കുട പിടിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കൊള്ളയടിക്കാൻ ചെന്നത് അയ്യപ്പനെയാണ്. ഒരുപക്ഷെ ഇത് അയ്യപ്പൻ തന്നെ കൊടുത്ത പണിയായിരിക്കുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നിട്ടും ആ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ സാക്ഷാൽ അയ്യപ്പൻ തന്നെ അങ്ങിറങ്ങി. അയ്യപ്പന് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഭക്തർ കൊണ്ടുകൊടുത്ത സാധനങ്ങൾ സംരക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് ദൈവം തന്നെ നേരിട്ടിറങ്ങി എന്നൊക്കെയാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതവരുടെ വിശ്വാസം. തട്ടിപ്പ് നടത്തുന്നവന്മാർ ആണെങ്കിലും ഏത് കൊമ്പത്തുള്ളവരാണെങ്കിലും പിടിക്കപ്പെടുക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.